സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഹൈന്ദവ സമൂഹത്തിലെ ഈഴവ വിഭാഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ പണവും മറ്റ് സ്വാധീനങ്ങളും നൽകി ഈഴവരിൽ നിന്നും ആളുകളെ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങളിലേക്ക് ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം വന്നത്. വ്യവസ്ഥാപിത ക്രൈസ്തവ സഭകൾക്ക് നേരെയല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന, ഈ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് നേരെയാണ്. വ്യവസ്ഥാപിത ക്രൈസ്തവ പ്രസ്ഥാനങ്ങളൊന്നും ഇന്ന് ആരുടെയും വീടുകളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാറില്ല. അത്യാവശ്യം ധ്യാന കേന്ദ്രങ്ങളിൽ മാത്രമേ ഇത്തരം പ്രസംഗങ്ങളുള്ളൂ. അങ്ങനെ പ്രസംഗം കേൾക്കേണ്ടവർ അങ്ങോട്ട് പോയിട്ട് കേൾക്കുകയാണ് ചെയ്യുക. അവരെ ആരെയും അവരുടെ വീട്ടിൽ ചെന്ന് സ്വാധീനിച്ചു എന്നൊരു ആരോപണം എന്തായാലും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉന്നയിക്കാൻ പറ്റില്ല. പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടാവാം. വെള്ളാപ്പള്ളി നടേശന്റെ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് ആളുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നതാണ്. കാരണം ഇന്ത്യയുടെ ഒരു കറണ്ട് പൊളിറ്റിക്സിൽ ഈ മതം എന്നതൊരു ഹോട്ട് ഇഷ്യൂ ആണ്. തീവ്ര ഇസ്ലാം ചിന്ത ഇന്ത്യയിലെ വലിയ തോതിൽ മതത്തെ പൊളിറ്റിക്സിലേക്ക് തള്ളിക്കൊണ്ടുവരികയും കോൺഗ്രസിന്റെ മറവില് ഇസ്ലാം വല്ലാതെ തഴച്ചു വളരുകയും അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമും അതിന്റെ അജണ്ടയും ഇന്ത്യയിൽ വല്ലാതായി നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനുമായി ഹൈന്ദവ മത തീവ്രചിന്ത ഉയർന്നു വന്നു. അതിനെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. വാസ്തവത്തിൽ അതൊരു പ്രതിരോധമായിട്ട് വളർന്നു വന്നതാണ്. അല്ലാതെ ഹൈന്ദവ ചിന്ത ഇവിടുന്ന് മറ്റു മതങ്ങളെയെല്ലാം ചവിട്ടി പുറത്താക്കണം എന്ന നിലയ്ക്ക് വന്നതല്ല. 1960കളിലും 70കളിലും ഒക്കെ ഇന്ത്യയിൽ വളർന്നു വന്ന ബഹായി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ചിന്തയുടെ ഭാഗമായി അത് തിരിച്ചറിഞ്ഞ ആർ എസ് എസ് നേരത്തെ മുതലുണ്ട്. തിരിച്ചറിഞ്ഞ RSS സാധാരണ ഹൈന്ദവരെ ബോധവൽക്കരിക്കുകയും അങ്ങനെ ഒരു മതം ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം അവിടെ നിലവിൽ വരികയും ചെയ്തു. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് ഈ തീവ്ര ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ സർവ്വസ്ഥലത്തും പേര് പിടിച്ചത്. അപ്പോൾ ഇതിനെ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാതെ ഒരു തരത്തിലും ഈ സാധനത്തിനെ പ്രതിരോധിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ജനം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പുറകെ കൂടുകയും അങ്ങനെ BJP അധികാരത്തിൽ വരികയും ചെയ്ത ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ലോവർ റൂട്ടിലേക്ക് പോകുമ്പോൾ മനുഷ്യർക്ക് മതം എന്ന് പറയുമ്പോൾ അതൊരു തരം വികാരമാണ്. അതിനകത്ത് ഫിലോസഫി ഒന്നുമില്ല. അവരുടെ മതം അവർക്ക് വികാരമാണ്. അപ്പം ഹിന്ദുമതം അല്ലാത്ത വേറെ മതമൊന്നും വേണ്ട എന്ന നിലയിലുള്ളൊരു ചിന്ത കുറേ ആളുകളുടെ ഇടയിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. രാഷ്ട്രീയക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും നേരാണ്. തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന് നേരെ അതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതും വാസ്തവമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയമല്ല, രാജ്യം പിടിച്ചടക്കുകയും ഈ രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുകയും ഇവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരികയും മുഴുവൻ മനുഷ്യരെയും മൃഗങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള അജണ്ട കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അതിനുവേണ്ടി ഇപ്പോൾ ലവ് ജിഹാദ് പോലത്തെ ഇതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളത്. 2012 എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മറ്റേ കലാകൗമുദിയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഹിന്ദു സമുദായത്തിൽ നിന്നും ഹിന്ദുക്കളുടെ ഇടയിലെ ഈഴവരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല അപ്പർ കാറ്റഗറിയിൽ നിന്നാണ് കൂടുതൽ പെൺകുട്ടികളെ നഷ്ടപ്പെട്ടത്. ഈഴവരുടെ ഇടയിൽ നിന്നൊക്കെ പെൺകുട്ടികളെ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ആദ്യമായിട്ട് കേരള ജനതയെ ഉണർത്താൻ വേണ്ടി ആദ്യം എഴുതിയത് കലാകൗമുദി എന്ന് പറയുന്ന വീക്കിലിയിലാണ്. അത് വെള്ളാപ്പള്ളി നടേശന്റെ SN പ്രസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതേ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ പറയുന്നത് ഈ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു. വളരെയേറെ വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് കേരളത്തിലെ മനുഷ്യർ. ആർക്കും ഇവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ 10 രൂപയ്ക്ക് വേണ്ടി മതം മാറാൻ നിൽക്കുന്നവർ മതത്തിൽ നിന്നിട്ട് വല്ല കാര്യമുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഞ്ഞി കൊടുത്താൽ ചോറ് കൊടുത്താൽ അങ്ങനെ മതം മാറേണ്ട ഗതികളുള്ള മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ടോ, മലയാളികളുടെ ഇടയിലുണ്ടോ? അദ്ദേഹം അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ പറയാം. ഈഴവരെന്ന് പറയുന്ന ഒരു ഹൈന്ദവർ തന്നെയാണ്. ഹൈന്ദവ വിശ്വാസമാണ് അവർക്കുള്ളത്. അതിനിടയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് പഠനങ്ങൾ കൂടിയുണ്ട്. ഗുരുവിനെ കൂടി അവർ ദൈവതുല്യമായി ആരാധിക്കുന്നുണ്ട് എന്ന് മാത്രം. ശ്രീനാരായണ ഗുരുവിനെ കൂടി. അങ്ങനെ ആരെങ്കിലും കാശ് കൊടുത്താലും ചായ വാങ്ങിച്ചു കൊടുത്താലും ഒന്നും ഡീപ്പ് റൂട്ടായിട്ടുള്ള വിശ്വാസമുള്ള ഒരു കാരണവശാലും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, മതം എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. പക്ഷെ മതം ദൈവമല്ല. ദൈവാന്വേഷണം എന്നുള്ളത് മനുഷ്യൻ ഏതോ കാലത്ത് തുടങ്ങിയ കാര്യമാണ്. ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ജനനം മരണം എന്നുള്ള ഈ സമസ്യകളുടെ ഇടയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യന്റെ അന്വേഷണമാണ് ആത്യന്തികമായി ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഇതിൻ്റെ എല്ലാം മേലെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. ദൈവവിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. ഞാൻ ഇതിൻ്റെ എല്ലാ മേഖലയിലൂടെയും കടന്നു പോയിട്ടുള്ളതാണ്. വിശ്വാസത്തിലും വിശ്വാസക്കുറവിലും ഒക്കെ പോവുകയും വായിക്കുകയും പഠിക്കുകയും സയൻസിലൂടെ ഒക്കെ ദൈവത്തെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത് ഏറ്റവും ഡീപ്പ് റൂട്ടറായിട്ടുള്ള വിശ്വാസിയായി മാറിയത് ക്രിസ്തു വിശ്വാസിയായി മാറി. അത് ഒരു മെറ്റമോർഫോസിസ് ആണ്. ചെറുപ്പം മുതലേ ക്രിസ്തു വിശ്വാസിയാണ്. പക്ഷെ ആ വിശ്വാസത്തിൽ ഓരോ വർഷം കഴിയും തോറും
കൂടുതൽ കൂടുതൽ വേരുറപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ നേടിയിട്ടുള്ള അറിവുകളൊക്കെ എൻ്റെ ഈ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏകദേശം 50-100 കോടി സ്പേംസാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയും സ്പേംസിൻ്റെ ഇടയിൽ നിന്ന് 100 കോടി സ്പേംസ് പറഞ്ഞാൽ 100 കോടി മനുഷ്യരാണ്. അതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു, ഞാൻ എന്ന് പറയുന്ന വ്യക്തി രൂപപ്പെടുന്ന സ്പേം മാത്രം എങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ മനുഷ്യർ എത്തിപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് ദൈവം. ഇതിനെല്ലാം മേലെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിലേക്ക് മനുഷ്യൻ എത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഫിലോസോഫേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ എത്തിപ്പെടുന്നു. അപ്പോൾ എങ്ങനെ ദൈവത്തിലേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ദൈവവുമായി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം? അങ്ങനെ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാൻ വേണ്ടി പൂജാവിധികളോ നിയമങ്ങളോ സിസ്റ്റങ്ങളോ ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള സംഗതിയുടെ പേരാണ് മതം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ കണ്ടെത്താം, എങ്ങനെ നിങ്ങൾ ദൈവത്തെ പ്രാപിക്കാം എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആ രീതിയുടെ പേരാണ് മതം. അപ്പം അങ്ങനെ ക്രിസ്തു മതമുണ്ട്, ഹൈന്ദവ മതമുണ്ട്. ഇത് രണ്ടും രണ്ട് തരത്തിലാണ് ദൈവത്തെ പ്രാപിക്കാനായി പഠിപ്പിക്കുന്ന. ആരാധനാ രീതികൾ വ്യത്യസ്തമാണ്, ചിന്താരീതികൾ വ്യത്യസ്തമാണ്. പക്ഷേ അടിസ്ഥാനപരമായ ചിന്തകൾക്ക് ഹിന്ദു മതവും ക്രിസ്തു മതവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നുള്ളതും വാസ്തവമാണ്. ഈ ഹിന്ദു മതത്തിൽ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് അഗ്നിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ, അഗ്നി എന്നുള്ളത് എല്ലാ ജീവനുകളുടെയും ഉറവിടമായ ദൈവമാണ്, അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവൻ എന്നാണ്. എല്ലാ ജീവിയുടെയും ജീവനെ അവരങ്ങനെ തന്നെയാണ് പറയുക. അങ്ങനെയാണ് മനുഷ്യരുണ്ടാവുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. ഇനി ശ്രീനാരായണ ഗുരു ഇതിനെക്കുറിച്ച് പറയുന്നത് സമുദ്രത്തിൽ കിടക്കുന്ന ഒരു മൺപാത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ജലം പോലെയാണ് ജീവൻ എന്നാണ്. സമുദ്രം എന്നുള്ളത് ദൈവമാണ്, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മൺപാത്രത്തിലുള്ള വെള്ളം, അതാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ. ഈ മൺപാത്രം എപ്പോൾ ഉടയുന്നോ അപ്പോൾ ഈ വെള്ളവും കൂടി കടലിലെ വെള്ളത്തോട് ചേരുന്നു, അതാണ് മരണമെന്നാണ് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഹൈന്ദവ വിശ്വാസം പറയുന്നത് അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട അഗ്നിസ്ഫുലിംഗങ്ങൾ തിരിച്ച് അഗ്നിയിലേക്ക് എത്തുന്നതാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് ചേരുന്നത് എന്നാണ് ആത്യന്തികമായി ഹൈന്ദവ മതം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം, ഹൈന്ദവ ഫിലോസഫി പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ച് ഈവൻ ജ്യൂസിൻ്റെ വിശ്വാസം അനുസരിച്ചും ജനനം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഓരോ മനുഷ്യനും പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് ഒരു മനുഷ്യൻ. ദൈവം മനസ്സറിഞ്ഞ് തീരുമാനിച്ച് ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. ഇതിൽ ഹൈന്ദവ ചിന്തയും ക്രൈസ്തവ ചിന്തയും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ഒന്ന് ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു, വേറൊന്ന് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഒരു ജീവൻ ഇങ്ങോട്ട് മാറ്റിവെക്കപ്പെടുന്നു, അതിൻ്റെ അംശം മാറ്റിവെക്കപ്പെടുന്നു എന്ന് പറയുന്നു. രണ്ടും ഏകദേശം ഒരേ ചിന്തയാണ്. ഇനി ഈ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ തിരിച്ചെങ്ങനെ ദൈവത്തിലേക്ക് എത്തും എന്നുള്ളത് ജൂയിഷ് തോട്ടിൽ അതിന് കൃത്യമായ ഡെഫിനിഷൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ ഒരുപാട് ആചാരങ്ങളും മതവിധികളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മരണവും ദൈവവുമായുള്ള ആത്മാവിൻ്റെ ഒന്നുചേരലും ജൂയിഷ് റിലീജിയനിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ക്രിസ്തു മതത്തിലുള്ള വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്ന് കൈപിടിക്കുമ്പോഴാണ്, ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോഴാണ് അവൻ അവൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്തോട് യോജിക്കപ്പെടുന്നത്. അങ്ങനെ യേശുവിൻ്റെ കുരിശുമരണത്തോട് യോജിക്കപ്പെടുമ്പം യേശുവിൻ്റെ പീഡാസഹനങ്ങൾ ഓരോന്നും ആ മനുഷ്യൻ്റെ, ആ പ്രത്യേക വ്യക്തിയുടെ പാപപരിഹാരമായി സ്വീകരിക്കുകയും അങ്ങനെ അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അവൻ ദൈവത്തോട് ചേരുകയും ചെയ്യും എന്നാണ് ക്രിസ്തു മതത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസം. നേരെ മറിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽ ഈ ഒരു പ്യൂരിഫിക്കേഷനുള്ള സൗകര്യമില്ല. അവർ അതിന് വേണ്ടി പറയുന്നത് ജന്മജന്മാന്തരങ്ങളുടെ പ്യൂരിഫൈ ചെയ്യപ്പെടണമെന്നാണ്. അതായത് ഒരു ആത്മാവ്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഭൂമിയിൽ ജനിക്കുകയും ആ തെറ്റിന് പരിഹാരമായി ശാരീരികമായ പീഡകൾ, മാനസികമായ പീഡകളേറ്റ് പ്യൂരിഫൈ ചെയ്യപ്പെടുകയും വേണം. രണ്ടാമത്തെ ജന്മത്തിൽ വീണ്ടും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത് ജനിക്കേണ്ടി വരും, ചിലപ്പോൾ നാലാമത് ജനിക്കേണ്ടി വരും, പുഴുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ജനിക്കേണ്ടി വരും. ഹൈന്ദവ ചിന്തയിൽ അവർ വലിയ ദീർഘകാലം ആലോചിച്ച് ചിന്തിച്ച മനുഷ്യർ എത്തിപ്പെട്ട കൺക്ലൂഷനാണിത്. ജന്മജന്മാന്തരങ്ങളുടെ പ്യൂരിഫൈ ചെയ്യപ്പെട്ട് ആത്യന്തികമായ മോക്ഷത്തിലെത്തണം. ക്രൈസ്തവ വിശ്വാസം പറയുന്നു ക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങളെ രക്ഷിക്കും. ഈ ക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്ന ആ സെൻറ്റൻസിനാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പം ഈ സുവിശേഷം, നല്ല വിശേഷം, മനുഷ്യരെ രക്ഷിക്കുവാനായി ദൈവപുത്രൻ തന്നെ, ദൈവത്തിൻ്റെ മകൻ തന്നെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവൻ പീഡകൾ സഹിച്ചിട്ടുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പം എന്ന് കരുതി മനുഷ്യന് തോന്നിയാസം ജീവിക്കാനുള്ള യാതൊരു പെർമിഷനും അതിനകത്ത് തന്നിട്ടില്ല. കൃത്യമായ നിയമങ്ങളുണ്ട്, സാമൂഹ്യ നിയമങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശന്നു, ദാഹിച്ചു, അതായത് നിന്റെ സഹോദരന് ഒരാവശ്യം വന്ന സമയത്ത് നീ തുണയായി നിന്നിട്ടുണ്ടോ? നിന്റെ സഹോദരനെ നീ ഏതെങ്കിലും തരത്തിൽ വേദന, സഹോദരൻ പറഞ്ഞാൽ മറ്റു മനുഷ്യർ, നീ ഒഴികെയുള്ള മുഴുവൻ മനുഷ്യരെയുമാണ് സഹോദരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ മറ്റു മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, നീ മറ്റു മനുഷ്യർ സഹായം ചോദിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യന് ആവശ്യമെന്ന് കേട്ടറിഞ്ഞ് നീ അവിടെ എത്തിയിട്ടുണ്ട്.
വെറുതെ സഹായിച്ചാൽ പോരാ, ഒരാൾക്കൊരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ കേട്ടറിഞ്ഞവിടെ ചെല്ലണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇമാതിരിയുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നന്മ തിന്മകൾ വിവേചിക്കുന്നത് എന്നാണ് ക്രിസ്തു മതം ഡിഫൈൻ ചെയ്യുന്നത്. ഹൈന്ദവ മതവും ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയാണ്, ഏതാണ്ട് എന്നല്ല പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ തന്നെയാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ക്രിസ്ത്യൻ ഫിലോസഫിയും ഹൈന്ദവ ഫിലോസഫിയും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഫിനോമിനൽ മാത്രമാണ് വ്യത്യാസമുള്ളത് എന്നത് തിരിച്ചറിയണം. ക്രിസ്തു ഒരിക്കലും ആളുകളെ മതം മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ സുവിശേഷം അറിയിക്കുക എന്നാണ്. ഇനി സുവിശേഷം അറിയിക്കാത്തവരെ വെട്ടിക്കൊന്നും സുവിശേഷം പറയാനൊന്നും ക്രിസ്തു ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു, അവിടെ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നു, നിങ്ങളുടെ സുവിശേഷം അവർ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടികൾ പോലും തട്ടിയിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക. കാരണം ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടും സ്വീകരിക്കാതിരിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ ദൈവപ്രാപ്തി മോക്ഷപ്രാപ്തിക്കുള്ള അവസരം ലഭിച്ചിട്ടും അത് തിരിച്ചറിയാത്തത് തെറ്റാണ്. അതിന് ഉത്തരവാദികൾ അവർ മാത്രമാണ്. അവരെ നിർബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ മതത്തിൽ ചേർക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്തുവിനെ അറിയുന്നവർ ഒരിക്കലും ആളുകളെ മതത്തിൽ ചേർക്കാൻ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ ആക്രമിച്ച് സ്വാധീനിക്കുകയോ ഒന്നും ചെയ്യരുത്. ക്രിസ്തു അങ്ങനെ ഒരു കാര്യം ചെയ്യാരോടും പറഞ്ഞിട്ടില്ല. മനുഷ്യരെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇല്ലായ്മകളിൽ അവരെ തിരിച്ചറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ക്രൈസ്തവന് ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം. അത് അവനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടിയല്ല, അവന് ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിന് മുൻപേ ദൈവം പോലും അപ്പമായി പ്രത്യക്ഷപ്പെടും എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് വിശപ്പുള്ളവന് മുമ്പ് ദൈവം പോലും അപ്പമായിട്ടേ പ്രത്യക്ഷപ്പെടൂ. കാരണം മനുഷ്യന് വിശപ്പാണ് വരുന്നത്, അത് തീർന്നതിന് ശേഷമാണ് ഫിലോസഫി വരുന്നത്. ഇനി സുവിശേഷം പറയുന്നതിനെ സംബന്ധിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണമായിരുന്നു ഇവിടെ. ബോംബെയിൽ സർവ്വമത സമ്മേളനത്തിൽ യാതൊരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ക്രിസ്ത്യാനിയുടെ ജോലി സുവിശേഷം പറയാനാണ്. ഞങ്ങളത് പറഞ്ഞു. സുവിശേഷം ഞങ്ങൾ പറയും, മതത്തിൽ ചേർക്കലല്ല, സുവിശേഷം പറയലാണ് ഞങ്ങളുടെ ജോലി. എന്താ സുവിശേഷം? നിങ്ങളെ ഭൂമിയിൽ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തിലേക്ക് എത്തിക്കുവാൻ ക്രിസ്തു ജനിച്ചിട്ടുണ്ട്. ക്രിസ്തു ഉണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കയ്യിൽ പിടിക്കുന്നു. ക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ ഒരു ചോദ്യം, അങ്ങനെ സ്വീകരിക്കാൻ ഒരാൾ നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ള ചോദ്യം ആളുകളുടെ മുമ്പിൽ വെക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവൻ്റെയും ജോലിയാണ് എന്നുള്ളതാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്. ഇതിനകത്തെ പ്രത്യേകത ദൈവം സ്നേഹമാണ് എന്നുള്ളത് രണ്ട് മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. ദൈവസ്നേഹത്തെ ക്രിസ്തു പഠിപ്പിച്ചു തന്ന പിതാവിൻ്റെ സ്നേഹം എന്നറിയിക്കണം, അപ്പൻ്റെ സ്നേഹം. ഒരു അപ്പന് കുഞ്ഞിനോട്, അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക്, അച്ഛൻ അമ്മ എന്നുള്ളത് ഒരു ഡുവോ, അത് ഒന്നിച്ചെടുക്കുക. അതിന് കുഞ്ഞിനോടുള്ള വാത്സല്യം എന്താണ്? അത് തന്നെയാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള വാത്സല്യം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. എല്ലാ തിന്മകളും ക്ഷമിച്ച് കൂടെ നിർത്തുവാനാണ് ഒരു അച്ഛന് എപ്പോഴും കുഞ്ഞിനെക്കുറിച്ചുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയിൽ അത് ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് സ്നേഹമാണെന്നാണ് രണ്ട് ചിന്തകളും ഈ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിൽ അടിസ്ഥാനപരമായി മതവുമായി ബന്ധപ്പെട്ട് രണ്ട് ഫിലോസഫികളേ ഉള്ളൂ. ഒന്ന് ക്രിസ്ത്യൻ ഫിലോസഫിയും വേറൊന്ന് ഹിന്ദു ഫിലോസഫിയും. വേറെ അടിസ്ഥാനപരമായ ഫിലോസഫികൾ വേറെ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. മതങ്ങൾ പലതുണ്ട്, പക്ഷേ ഫിലോസഫിയുള്ള മതങ്ങൾ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടിസ്ഥാന ചിന്തകൾ ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം അങ്ങനെ മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ അങ്ങനെ മാത്രമേ കണ്ടെത്താനാവൂ, ദൈവത്തെ സ്നേഹമായിട്ട് മാത്രമേ കണ്ടെത്താനാവൂ. വേറൊരു കാര്യമുള്ളത്, ക്രിസ്തുവിനെ ഒരിക്കൽ ഒരുവൻ പരിചയപ്പെട്ടാൽ, അത് വായനയിലൂടെ ആയിക്കൊള്ളട്ടെ, പ്രസംഗത്തിലൂടെ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലെ ഒരുത്തൻ ക്രിസ്തുവിനെ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഒരു കാലത്ത് ക്രിസ്തുവിനിട്ട് പോകും. അതാ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല. അതാണ് സുവിശേഷം പറയുന്നത്. അതേ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് എൻ്റെ കൂടെ വരൂ എന്ന് തുളന്നിട്ട് വിളിക്കുകയാണ്, കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരിക്കൽ പരിചയപ്പെട്ട ഒരാളും ക്രിസ്തുവിനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല. ക്രിസ്തു എന്ന് പറയുന്ന ആ ഫിനോമിനൻ്റെ അതിൻ്റെ സത്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ടന്റ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തിൽ ഇന്ന് കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിയിട്ടോ ഒന്നും മതം മാറാനൊന്നും ആരും നിൽക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിച്ചിട്ട് വേണം ഇത്തരം പ്രസ്താവനകൾ നടത്താൻ എന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ.